നമസ്തേ, ഞാൻ കബീർ ദാസ്. വീണ്ടും നമ്മുടെ ഒരു പുതിയ മാർക്കറ്റിംഗ് സംബന്ധമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ടെലി മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ടെലി മാർക്കറ്റിംഗ് എന്നത് ബിസിനസ് മേഖലയിൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ പലതാണ്. എന്തുകൊണ്ടാണ് ടെലി മാർക്കറ്റിംഗ് മേഖലയിൽ തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായത് എന്നതിനെക്കുറിച്ചും ടെലി മാർക്കറ്റിംഗ് പഠിച്ച് ടെലി മാർക്കറ്റിങ്ങിൻ്റെ ടെക്നിക്കുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് സെയിൽസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ടെലി മാർക്കറ്റിംഗ് ജനപ്രിയമാകാനുള്ള പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ലെസ് എക്സ്പെൻസീവ് തന്നെയാണ്. ചിലവ് ചുരുക്കം കുറവാണ്. അറിയാം, പണ്ടത്തെ പോലെ കോളിനൊന്നും ഇത്ര പൈസ ഇല്ല. എത്ര കോൾ വേണമെങ്കിലും വിളിക്കാം. കോൾ ചെയ്യാനുള്ള എക്സ്പെൻസ് വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വർദ്ധിച്ചതാണ്. നമ്മൾ വിചാരിക്കുന്ന കസ്റ്റമറെ എത്തിപ്പെടാൻ പറ്റുന്നു എന്നുള്ളതാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ല. ലാൻഡ് ഫോണൊക്കെ ഉള്ളപ്പോൾ വിളിക്കുമ്പോൾ കസ്റ്റമറെ കിട്ടണമെന്നില്ല. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ CAC വളരെ കുറവാണ് എന്നുള്ളതാണ്. എന്താണ് CAC എന്ന് ചിലപ്പോൾ നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. ബിസിനസ്സുകാർക്കൊക്കെ അറിയാം. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എന്നാണ് CACയെ കുറിച്ച് പറയുന്നത്. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഏറ്റവും കുറവുള്ള ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയാണ് ടെലി മാർക്കറ്റിംഗ്. എങ്ങനെയാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നറിയാം. അതായത് നമ്മളൊരു മാർക്കറ്റിംഗ് ഒരു ബൃഹത്തായ സംഗതിയാണ് എന്നെല്ലാം നമ്മൾ നേരത്തെ ഉള്ള പല ട്രെയിനിങ്ങുകളിലൂടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലതരം മാർക്കറ്റിംഗ് ആക്ടിവിറ്റികൾ നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് ടെലി മാർക്കറ്റിംഗ്. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ മാർക്കറ്റിംഗ് ആക്ടിവിറ്റികളും ആ ആക്ടിവിറ്റികളിലൂടെ നമുക്ക് എത്ര കസ്റ്റമറെ കിട്ടുന്നു എന്നതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നവരുണ്ട്. യഥാർത്ഥ ബിസിനസ്സായി ചെയ്യണമെങ്കിൽ ഓരോ കാര്യങ്ങളും കൃത്യമായി ഡാറ്റ അനാലിസിസിനെ കുറിച്ചൊക്കെ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ കൃത്യമായും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഓരോ ബിസിനസ്സിൻ്റെയും ഏത് ഭാഗത്താണ് എക്സ്പെൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും ഏത് ഭാഗത്തുകൂടെയാണ് റവന്യൂ വരുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഏത് രീതിയിലാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ 50,000 നോട്ടീസ് അടിച്ചു. ഒരു 15 ദിവസത്തേക്ക് ഒരു സ്കീം നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ഒരു 50,000 നോട്ടീസ് അടിച്ചു നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഈ നോട്ടീസ് കൊണ്ട് നമുക്ക് കസ്റ്റമറിലുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് ദി മാർക്കറ്റിംഗ് ആക്ടിവിറ്റി, എത്ര രൂപ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി എത്ര രൂപ നമുക്ക് ചിലവായി. ആ നമ്പർ ഓഫ് കസ്റ്റമർ അക്വയർഡ്, ആ ആക്ടിവിറ്റി കൂടെ നമുക്ക് എത്ര കസ്റ്റമറെ കിട്ടി, അതായത് ചിലവായ തുക ഡിവൈഡഡ് ബൈ എത്ര കസ്റ്റമർ കിട്ടി, അതാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. ടെലി മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വളരെ കുറവാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് ഒരു ടെലി മാർക്കറ്റിംഗ് സ്റ്റാഫ് ഒരു ദിവസം 200 മുതൽ 300 വരെ കസ്റ്റമറെ കോൺടാക്ട് ചെയ്യും. അപ്പം 300 കസ്റ്റമറെ നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കസ്റ്റമറെ കിട്ടുന്ന ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ടെലി മാർക്കറ്റിംഗ് ഉപഭോക്താക്കളെ നേരിട്ട് ആകർഷിക്കാനും ബിസിനസ് ലക്ഷ്യങ്ങൾ വിജയകരമായി കൈവരിക്കാനുമുള്ള വളരെ വേഗതയാർന്ന ഒരു മാർഗ്ഗമാണ് എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഫോൺ ചെയ്തപ്പോൾ തന്നെ കസ്റ്റമറെ കിട്ടുകയും നമുക്ക് ആശയവിനിമയം നടത്താനും അതിലൂടെ ബിസിനസ് ലക്ഷ്യങ്ങൾ, നമ്മുടെ എന്താണോ ബിസിനസ് ലക്ഷ്യം, അതിലേക്ക് എത്തിപ്പെടാനുള്ള വളരെ വേഗതയേറിയ മാർഗ്ഗമാണ് ടെലി മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കസ്റ്റമറുമായി വ്യക്തിഗത ബന്ധം സ്ഥാപിക്കാൻ ഈ ടെലി മാർക്കറ്റിംഗ് വളരെ ഉപകാരപ്രദം. അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ ആവശ്യങ്ങൾ നേരിട്ട് അറിഞ്ഞ് മനസ്സിലാക്കാനും കസ്റ്റമറിൻ്റെ അഭിരുചികൾ മനസ്സിലാക്കി ആ മാർക്കറ്റിങ്ങിലേക്ക് കൊണ്ടുവരാനും നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് കസ്റ്റമർ എക്സ്പീരിയൻസ്, പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് നമ്മുടെ ഏതെങ്കിലും ഒരു കസ്റ്റമർ നേരത്തെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ വിളിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്കൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അതായത് കസ്റ്റമറിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ ഈ ടെലി മാർക്കറ്റിംഗ് രീതി വളരെ നമുക്ക് ഉപകാരപ്രദമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ടെലി മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഇതിലും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. നമ്മുടെ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയോടെ അഭിപ്രായങ്ങൾ നമ്മൾ കമൻറ്റുകളിലൂടെ അറിയിക്കുകയും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ
ടെലിമാർക്കറ്റിംഗ് ഈ സബ്ജക്റ്റും നമ്മൾ 5 പോയിന്റുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ട്രെയിനിങ്ങും നിങ്ങൾക്കറിയാം, പോയിന്റ് വൈസ് പോയിന്റുകളായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ടെലിമാർക്കറ്റിങ്ങിനെ കുറിച്ചും നമ്മൾ ഇന്ന് 5 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ടെലിമാർക്കറ്റിങ്ങിൻ്റെ പ്രിപ്പറേഷനാണ്. രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ഇൻട്രൊഡക്ഷനാണ്. നമ്മൾ കസ്റ്റമറുമായി ഡയറക്റ്റ് ആദ്യം കോൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഇൻട്രൊഡക്ഷൻ. മൂന്നാമത്തെ പോയത് ഇൻട്രോ ഓഫ് ദി പ്രോഡക്റ്റ്. നമ്മൾ എന്ത് സാധനത്തെക്കുറിച്ചാണോ പറയുന്നത്, സ്കീമിനെ കുറിച്ചാണോ പ്രോഡക്റ്റിനെ കുറിച്ചാണോ എന്താണോ പറയുന്നത്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മൂന്നാമത്തെ പോയിന്റ്. നാലാമതായൊരു പോയിന്റ് സ്കിൽസാണ്. ഒരു ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫ്സിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. 5 പോയിന്റാണ്. അഞ്ചാമത്തെ പോയിന്റ്, അവസാനത്തേതുമായ പോയിന്റ് ക്ലോസിംഗ് ആണ്. അതെങ്ങനെയായിരിക്കണം, ഒരു ടെലിമാർക്കറ്റിംഗ് കോൾ എങ്ങനെ ക്ലോസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഈ 5 പോയിന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പോയിന്റ് പ്രിപ്പറേഷൻ. എന്തെല്ലാമാണ് ഒരു ടെലിമാർക്കറ്റിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുവേണ്ടി പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്? നല്ല കൃത്യമായി എഴുതി ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മേക്ക് എ സ്ക്രിപ്റ്റ്. അതും ക്ലിയർ കട്ടായ ഒരു സ്ക്രിപ്റ്റ്. നമുക്ക് എന്താണ് സംസാരിക്കേണ്ടത്, നമ്മളെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ആ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തേതും വളരെ ഇമ്പോർട്ടൻറ്റുമായ പോയിന്റ്, നമ്മുടെ ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിന് കൃത്യമായ ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെ സംസാരിക്കണമെന്ന് മറക്കരുത്. ടെലിമാർക്കറ്റിംഗ് നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു കുട്ടി, ഫോണിൽ ഒരു പെൺകുട്ടിയായാലും ഒരു ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫ് ഒരു കസ്റ്റമറെ ഡയറക്റ്റ് വിളിക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിനെയാണ് അവർ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്നത്. ഒരു സ്റ്റാഫിൻ്റെ ഒറ്റ കാൾ മതി ഒരു കസ്റ്റമർ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ. അതുകൊണ്ട് കൃത്യമായി ട്രെയിനിങ് കൊടുത്തിട്ട് വേണം നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരു ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിനെ കൊണ്ട് കോൾ ചെയ്യിക്കാൻ. മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, നല്ല നോളജ്, പ്രോഡക്റ്റ് നോളജ് ആ ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിന് നൽകുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മളൊരു സ്കീമിനെ കുറിച്ചോ അല്ല നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ ആണ് ടെലിമാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന സ്കീമിനെ കുറിച്ചും അതിൻ്റെ വാറണ്ടി, ഈച്ച് ആൻഡ് എവറിത്തിങ് ആ കുട്ടിക്ക് വ്യക്തമായി പഠിപ്പിക്കണം. അതിനുശേഷം വേണം ടെലിമാർക്കറ്റിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ടെലിമാർക്കറ്റിങ്ങിന് മുന്നേ തന്നെ കൃത്യമായ പ്രിപ്പറേഷൻ, ഈ 3 പോയിന്റുകൾ പറഞ്ഞു, കൃത്യമായ പ്രിപ്പറേഷൻ ഇല്ലാതെ ഈ ഭാഗത്തേക്ക് പോകരുത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ആരുടെ? ഈ ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫ് ഒരു കസ്റ്റമറെ കോൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ് അതിനകത്ത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 5 പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റ്, ഒരു കോൾ റിങ് ചെയ്ത് കസ്റ്റമർ എടുക്കുമ്പോൾ വളരെ ഭംഗിയായി ഒന്ന് വിഷ് ചെയ്യണം. ഗുഡ് മോർണിംഗ് സർ എന്ന് ആ രീതിയിൽ, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ സർ, നമസ്തേ എന്ന് പറഞ്ഞാലും മതി. സമയത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നന്നായി ഒന്ന് പ്ലസൻ്റായിട്ടൊന്ന് വിഷ് ചെയ്യണം. അതായത് കാണാതെ പഠിച്ച് എന്തോ കഥ പറയുന്നത് പോലെ. നമ്മളൊക്കെ പലപ്പോഴും നിങ്ങളെയൊക്കെ ഫോണിലേക്ക് കോൾ വരും, ക്രെഡിറ്റ് കാർഡിൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെയൊക്കെ, എന്തോ കാണാതെ പഠിച്ചൊരു പദ്യം ചൊല്ലുന്നത് പോലെ പറയുന്നതാകരുത്. വളരെ പ്ലസൻ്റായിട്ട് മുമ്പ് നിൽക്കുന്ന ആളിനെ വിഷ് ചെയ്യുന്ന അതേ ആറ്റിറ്റ്യൂഡ് കൂടി നന്നായി ഒന്ന് പ്ലസൻ്റായി വിഷ് ചെയ്യണം. എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ വ്യക്തമാക്കാം. 2, ആരാണ് ഞാൻ ആരാണ് എന്ന് വ്യക്തമായി കസ്റ്റമറിൻ്റെ അടുത്ത് പറയണം. മൂന്നാമത്, ഈ വൈ ദിസ് കാൾ, എന്തിനാണ് ഞാൻ സാറിനെ വിളിച്ചത് എന്നും കൃത്യമായി പറയണം. എന്നിട്ട് നാലാമതൊരു പോയിന്റ് ഉണ്ട്, സാർ ഇപ്പോൾ ഫ്രീ ആണോ, ഞാൻ സംസാരിക്കാവോ എന്ന് ചോദിക്കണം. ഈ 4 പോയിന്റുകളെക്കുറിച്ച്, എന്തിനാണ് ഈ 4 പോയിന്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം 5ാമത്തെ പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ 4 പോയിന്റുകളെക്കുറിച്ച്, എന്തുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തത്, അതായത് എങ്ങനെയാണ് വിഷ് ചെയ്യുക, അതിനുശേഷം ആരാണ് ഞാൻ എന്ന് വ്യക്തമാക്കുക, രണ്ടാമത് എന്തിന് ഞാൻ സാറിനെ വിളിച്ചു എന്ന് പറയുക, നാലാമത്തെ പോയിന്റ് സാർ ഫ്രീ ആണോ എന്ന് തിരക്കുക. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, നമ്മളിപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കോൾ വരുന്നത്. അപ്പോൾ നമുക്ക് തോന്നും, ഇതാരുടെ ഈ സമയത്ത് തന്നെ വിളിക്കുന്നത്. ഒന്ന് ചെറിയൊരു അനോയിഡ്, നമുക്കൊരു ഒരു മാനസികമായി ഒരു ഹാപ്പിനെസ് ഇല്ല, ഒരു ചെറിയൊരു അനോയിഡ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിത് ആരുടെ ഈ സമയത്തിന് വിളിക്കുന്നത് എന്ന് വിചാരിച്ചാണ് വന്ന് കോൾ എടുക്കുന്നത്. ആ സമയത്ത് നമ്മൾ പ്ലസൻ്റായിട്ട് ഒരാൾ മറുതലയ്ക്ക് നിന്ന് ഫോണിൽ സാർ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ആ മനസ്സിനകത്ത് ആ ഒരു ഐസ് ഉരുവക്കം, അതായത് ഐസ് ബ്രേക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആ ഒരു കടുപ്പിടുത്തം അതങ്ങ് പോയി കിട്ടും. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ എന്തോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോണിൽ ആരുടെ ഈ സമയത്ത് തന്നെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമ്പരും പരിചയമില്ലാത്ത നമ്പറാണ്. എടുക്കുമ്പോൾ നന്നായി പ്ലസൻ്റായിട്ടൊന്ന് വിഷ്, അതിനാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഒന്ന് പ്ലസൻ്റായിട്ടൊന്ന് വിഷ് ചെയ്തു. അപ്പോൾ രണ്ടാമത് കസ്റ്റമറിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, ഇതാരാണ്? പ്ലസൻ്റ് ചെയ്തു, യെസ് വിഷ് ചെയ്തു, യെസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ രണ്ടാമത് അയാളുടെ തോട്ട് വരുന്നത് എന്താണ്? ആരാണ് ഈ വിളിക്കുന്നതെന്നാണ്. ആ ചോദ്യം അയാൾ ചോദിക്കുന്നതിന് മുമ്പാണ് അതിൻ്റെ ഉത്തരമായ രീതിയിൽ ഗുഡ് മോർണിംഗ് സാർ, ഞാൻ സോ അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥാപനത്തിൽ നിന്നും മിസ് പ്രീതിയാണ് സംസാരിക്കുന്നത് സാർ.
വ്യക്തമായി നമ്മൾ പേര് പറഞ്ഞ് ഇന്ന സ്ഥാപനത്തിൽ നിന്നും ഇന്ന ആളാണ് വിളിക്കുന്നത്, ആ പേരോടുകൂടി ഒന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്ന വാക്കാണ് ഇതാരാ എന്നെ വിളിക്കുന്നത്. അപ്പോഴത്തന്നെ അതിൻ്റെ ഉത്തരവ് കിട്ടി. രണ്ടാമത് എന്തിനും പിന്നെ അയാൾ ചിന്തിക്കുന്നത് എന്തിനായിരിക്കും ഈ കുട്ടി എന്നെ വിളിച്ചത് എന്നല്ലേ. അതാ ചോദ്യമാണ് നമ്മൾ അടുത്ത് പറയുന്നത്. സാർ, ഞാൻ ഇന്ന സ്ഥാപനത്തിൽ നിന്നും പ്രീതിയാണ് വിളിക്കുന്നത്, നമ്മുടെ ഈ വർഷത്തെ ഓഫറുകളെ കുറിച്ച് പറയാനാണ് സാറിനെ വിളിച്ചത്. വേണമെങ്കിൽ അങ്ങനെ പറയാം. അല്ല, നമ്മളൊരു കാറിൻ്റെ സാർ പുതിയതായി വന്ന നമ്മുടെ വെഹിക്കിളിൻ്റെ ലോഞ്ചിങ് ഇത്രാം തീയതിയാണ്, അതിനെ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിനും ആ വാഹനത്തിനെ കുറിച്ച് പറയുന്നതിനും വേണ്ടിയാണ് ഞാൻ സാറിനെ വിളിച്ചത്. സാർ, ഞാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഇന്ന ബ്രാഞ്ചിൽ നിന്നാണ് വിളിക്കുന്നത്, നമ്മുടെ ഇൻഷുറൻസിൻ്റെ പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്, ആ ഓഫറുകളെ കുറിച്ച് സാറിനോട് പറയാനാണ് വിളിച്ചത്. ഇത്രയും ആണ് ആ കസ്റ്റമറുടെ ചിന്തയിൽ വരുന്നത്. ആരാണ് എന്നെ വിളിക്കുന്നത്, എന്തിനു വേണ്ടി വിളിച്ചു, അത് കസ്റ്റമർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഒറ്റ വാക്കിൽ സർ ഗുഡ് മോർണിംഗ്, ഞാൻ ഇന്ന സ്വയൻസോ ഇന്ന പർപ്പസിന് വേണ്ടിയാണ് വിളിച്ചത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ കസ്റ്റമർക്ക് പിന്നെ ഒന്നും പറയാനില്ല. അതായത് ഫോൺ എടുത്തയാൾ ആദ്യത്തെ വിഷിൽ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന അനോയിഡ് അങ്ങ് പോയി കിട്ടി, ആ ഒരു വിഷമം ഒന്ന് മാറിക്കിട്ടി. അതിനുശേഷം ആര് വിളിച്ചു, എന്തിനു വിളിച്ചു എന്ന അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിനോട് ചോദിക്കും, സാർ 2 മിനിറ്റ് സംസാരിക്കാൻ സാറിന് ഇപ്പോൾ സമയമുണ്ടാവും, സാർ ഫ്രീ ആണോ, എനിക്ക് ഈ ഓഫർ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു വിധമുള്ള ആൾക്കാരൊക്കെ പറയും ഓക്കെ പറഞ്ഞോളൂ. ഒത്തിരിയെങ്കിലും താല്പര്യമുള്ള ആളാണെങ്കിൽ ആ ആൾ പറയും യെസ് പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് കിട്ടി. അല്ല, അയാൾ എന്തെങ്കിലും എമർജൻസി വർക്ക്, അയ്യോ സോറി കുട്ടി, ഞാൻ ഒരു വർക്കിലാണ്, ഇയാൾ എന്നെ പിന്നീട് വിളിക്കും. സാർ ഏത് സമയത്താണ് സാറിനെ കൃത്യമായി വിളിക്കാൻ പറ്റുക, ഞാൻ വൈകിട്ട് 5 മണിക്ക് വിളിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ എത്ര മണിക്ക് വിളിക്കട്ടെ എന്ന് ചോദിക്കുക. എന്ന് ചോദിച്ചിട്ട് ആ കോൾ കട്ട് ചെയ്യുക. പറയുന്ന സമയത്ത് രണ്ടാമത് വിളിക്കുകയും വേണം. അത് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം. ഇതാണ് ആദ്യത്തെ 4 പോയിന്റ് പറഞ്ഞത്. 5ാമത്തെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് ഇൻട്രൊഡക്ഷനിൽ കൂടെ വരുന്നതാണ്. റഫറൻസ് കാര്യം. ഈ കസ്റ്റമർ ആദ്യം ഞാൻ പറഞ്ഞു, ഈ 4 പോയിന്റ് കഴിയുമ്പോൾ കസ്റ്റമർക്ക് ഒരു തോട്ടുണ്ട്, ഈ കുട്ടിക്ക് എവിടെ നിന്നായിരിക്കും എൻ്റെ നമ്പർ കിട്ടിയേ, അങ്ങനെ ഒരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് ഓടി വരും. ആ ഉത്തരം കൂടെ നമ്മൾ പറയണം. ആ കസ്റ്റമർ എൻഡിൽ ഫോൺ എടുത്തു കഴിയുമ്പോൾ അവരുടെ മനസ്സിലേക്ക് കയറി വരുന്ന ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നമുക്ക് കൊടുക്കാൻ കഴിയണം. 5ാമത്തെ പറയുന്നത്, സാർ ഞാൻ എഞ്ചിനീയർ രവീന്ദ്രൻ നായർ പറഞ്ഞിട്ടാണ് സാറിനെ വിളിച്ചത്. എഞ്ചിനീയർ രവീന്ദ്രൻ എൻ്റെ ഫ്രണ്ടാണ്, പറയും. അല്ലെങ്കിൽ സാർ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു ആഡ് കണ്ടപ്പോൾ അത് നമ്മുടെ ഒരു ലീഡ് ജനറേഷൻ ആഡായിരുന്നു, സാർ വെഹിക്കിളിൻ്റെ ഡീറ്റെയിലൊക്കെ അതിൽ സെർച്ച് ചെയ്തില്ലേ, ആ ആഡിൻ്റെ ത്രൂ ആണ് നമുക്ക് സാറിൻ്റെ നമ്പർ കിട്ടിയത്. ഓ അത് ശരിയാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കാറിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്ലാറ്റിൻ്റെ പരസ്യം കണ്ടിരുന്നു, അപ്പോൾ ഞാൻ അതിനകത്ത് കയറി ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ കസ്റ്റമർക്ക് നമ്മുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്നും വ്യക്തമായി. ഇതാണ് നമ്മുടെ 2ാമത്തെ പോയിൻ്റായ സെൽഫ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും പിഴച്ചാൽ, തുടക്കം പിഴച്ചാൽ എല്ലാം പിഴയ്ക്കുമെന്നാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് എവിടെയും പിഴവുണ്ടാകാത്ത രീതിയിലായിരിക്കണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ. പോയിൻ്റാണ് ഇൻട്രോ ഓഫ് ദി സ്കീം അല്ലെങ്കിൽ ഇൻട്രോ ഓഫ് ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിനെയാണ് നമ്മൾ പ്രോഡക്റ്റിലേക്ക് കടക്കുന്നത്. ആദ്യമായി നമ്മൾ സ്കീമിലേക്ക്, അല്ലെങ്കിൽ ആ കസ്റ്റമറെ വിളിച്ചത് ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസിന് വേണ്ടിയാണെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, പ്രിപ്പറേഷനിൽ തന്നെ പ്രോഡക്റ്റ് നോളജ് നന്നായിട്ടുണ്ടായിരിക്കണം. അത് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെയും പോയിന്റ്. നല്ല നീറ്റായ നോളജ് നമുക്കുണ്ടാവണം. സ്കീമാണെങ്കിൽ ആ സ്കീമിനെ കുറിച്ച്, അത് എന്ന് തൊട്ട് എന്ന് വരെയാണ്, അതിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. 2, വൈ ദിസ് പ്രോഡക്റ്റ്, എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങണം, വൈ ദിസ് ടൈം, എന്തുകൊണ്ട് ഇപ്പോൾ വാങ്ങണം. ഈ 2 കാര്യങ്ങൾ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന്, നിങ്ങളൊരു വെഹിക്കിളിന് വേണ്ടിയാണ് വിളിച്ചത്, ഇന്ന വണ്ടിയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, ഈ വണ്ടി മറ്റുള്ള വാഹനത്തിൽ നിന്നും ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, എന്തുകൊണ്ട് ഈ വാഹനം ഞാൻ വാങ്ങണം. അല്ല, ഒരു സ്കീമാണെങ്കിൽ, ഒരു ഇൻഷുറൻസ് പോളിസിയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ ഈ പോളിസി എന്തുകൊണ്ട് ഞാൻ വാങ്ങണം, അതിൻ്റെ യുണീക്ക്നെസ് പറയാൻ കഴിയണം. മറ്റുള്ളവരിൽ നിന്നും എന്തുകൊണ്ട് ഇത് വ്യത്യസ്തമായിരിക്കുന്നു. സാറിൻ്റെ വീട്ടിൽ സോളാർ പാനൽ വെക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വിളിച്ചത്. സോളാർ പാനലിൻ്റെ ഇപ്പോൾ സോളാറിൻ്റെയൊക്കെ കാലമാണല്ലോ, നമ്മൾ അതാണ് വിളിക്കുന്നത്. സാർ എന്തുകൊണ്ട് ഈ സോളാർ പാനൽ വെക്കണം എന്ന് ആ കസ്റ്റമർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിന് കഴിയണം. അതോടുകൂടി 2ാമത്തെ ഗുണം, ഇപ്പോൾ എന്തിനു വെക്കണം. അപ്പോൾ പറഞ്ഞു, സാർ ഈ ഡിസംബർ 31 വരെയാണ് ഈ ഓഫർ, ഈ സമയത്ത് വെക്കുകയാണെങ്കിൽ സാറിന് 30% ഓഫർ ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. അതായത് ഈ പ്രോഡക്റ്റ് മറ്റ് പ്രോഡക്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്. സാർ നമ്മൾ മാത്രമാണ് 20 വർഷം വാറണ്ടി കൊടുക്കുന്നത്, നമ്മുടെ പാനലിന് ഇന്ന പ്രത്യേകത ഉണ്ട്, മറ്റൊരു കമ്പനിയും ചെയ്യാത്ത ഇന്ന പ്രത്യേകതകൾ നമുക്കുണ്ട് എന്ന രീതി. ഈ പ്രോഡക്റ്റിൻ്റെ
യുണീക്നെസ് എന്താണ് എന്ന് കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് പ്രോഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ചെയ്യാനുള്ളത്. ഇനി എപ്പോഴും ഞാൻ പറയും, മാർക്കറ്റിങ്ങിൽ നിങ്ങൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്ന ആളാണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റുകളെക്കാൾ കവിഞ്ഞ് ഈ പ്രോഡക്റ്റ് കൊണ്ട് കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളായിരിക്കണം നമ്മൾ പറയേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ സോളാറിനെ നമുക്കറിയാം, സോളാർ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സോളാറിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പഠിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്, എനിക്ക് സോളാർ വീട്ടിൽ വെക്കണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ നമ്മൾ പറയണം, സാർ ഈ പ്രോഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ സാറിന് ഇനി ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട, അതുകൊണ്ട് സാറിന് കിട്ടുന്ന ബെനിഫിറ്റ് അല്ല ഇതിൻ്റെ ബെനിഫിറ്റുകളെ കുറിച്ച്. ഇപ്പം നമ്മുടെ ഇലക്ട്രിക് കാറിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു AC ആണ് വിൽക്കാൻ പോകുന്നത്. സാർ നമ്മുടെ AC പവർ കൺസംഷൻ കുറവാണ് എന്ന് പറയുന്നതിന് പകരം പറയേണ്ടത്, സാർ ഈ AC വെച്ച് കഴിഞ്ഞാൽ സാറിന് ഇനി അടുത്ത മാസം മുതൽ കറണ്ട് ചാർജിൽ ഇത്ര രൂപയെങ്കിലും കുറഞ്ഞു നിൽക്കും. നമ്മുടെ ഈ AC മാറിക്കഴിയുമ്പോൾ ആ രീതി, അതായത് കസ്റ്റമർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അത് ഏത് പ്രോഡക്റ്റ് സെല്ല് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റുകളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ആ പ്രോഡക്റ്റ് കൊണ്ട് കസ്റ്റമറിന് കിട്ടുന്ന ബെനിഫിറ്റുകളായിരിക്കണം നമ്മൾ എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കേണ്ടത്. ഇനി ഒരു പോയിന്റ് കൂടി എപ്പോഴും ടെലിമാർക്കറ്റിംഗുകാർ ശ്രദ്ധിക്കണം, നമ്മൾ കസ്റ്റമർ എൻഡിലേക്ക് വിളിക്കുമ്പോൾ അവിടെ നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ കാണുന്നില്ല, ഏത് തരത്തിലുള്ള വ്യക്തിയാണ്, ഏത് ഏജ് ഗ്രൂപ്പാണെന്നും നമ്മൾ അറിയുന്നില്ല. ചില ആൾക്കാർ വളരെ റിസർവ് ടൈപ്പുള്ള ആൾക്കാരുണ്ടാവും, അവർക്കൊന്നും പറഞ്ഞങ്ങാട്ട് പഠിപ്പിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അവരുടെ സംസാരത്തിൽ കൂടെ നമുക്കങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരു ടെക്നിക്കുണ്ട്, ടേക്ക് സജഷൻ ഫ്രം ദെയർ പാർട്ട്. സാറ് ആലോചിച്ച് നോക്കി, അതല്ലേ സാറേ നല്ലത്, അങ്ങനെ ചെയ്യുന്നതല്ലേ സാറിന് നല്ലത്, ഇതല്ലേ ഇപ്പോഴത്തെ ഏറ്റവും നല്ല സ്കീം, സാറിന് ഇതൊക്കെ അറിയാലോ. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ നമ്മളെ സ്പീച്ചിലുണ്ടാവണം. അതൊക്കെ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്കാണ്. ഒരു ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ ടെക്നിക്കുകളാണ്, കഴിവുകളാണ്, സ്കില്ലുകളാണ് അതെല്ലാം. ആ കസ്റ്റമർ അടുത്ത് പറഞ്ഞു, ഇതൊക്കെ ഞാൻ പറയുന്നെങ്കിലും സാറിന് ഇതൊക്കെ അറിയാലോ, ഇപ്പോൾ എല്ലാ പത്രമാധ്യമങ്ങളിലൂടെ സാറെല്ലാം ഇതൊക്കെ അറിയുന്നതല്ലോ, സാറിന് ഈ പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റിനെ കുറിച്ച് ഞാൻ ഇനി പുതിയതായിട്ട് പറയണ്ടല്ലോ, സാറിന് ഇത് അറിയാലോ. ഈ രീതിയിലുള്ള ആക്ടിവിറ്റി അത് എങ്ങനെയാണോ നമ്മൾ അതുവരെയുള്ള കൺവെർസേഷനിൽ കസ്റ്റമർ എൻ്റെ നമുക്ക് കിട്ടുന്നത് അതനുസരിച്ച് വേണം നമ്മൾ കൺവേ ചെയ്യാൻ. അതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് നല്ല പ്രോഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം, അതുകൊണ്ട് കസ്റ്റമർ ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് പറയണം, എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് വാങ്ങണം, എന്തുകൊണ്ട് ഇപ്പോൾ വാങ്ങണം, ഇത്രയും കാര്യങ്ങൾ കൺവേ ചെയ്യാൻ കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും എന്നാണ് പറഞ്ഞത്. അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. അപ്പോൾ 3 പോയിന്റ് കഴിഞ്ഞു. 4ാമത്തെ പോയിന്റ് സ്കിൽ എന്ന് പറയുമ്പോൾ ഒരു ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിന് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യം 3 സ്കില്ലുകളാണ്. ഒന്ന്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്കാരായിരിക്കും. നമുക്കറിയാം, നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആരെയും ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയും എന്നാണ് പറയുന്നത്. ഒരാളുടെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് അത് സെയിൽസിലോട്ട് എത്തിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതൊരു നല്ല സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് കുറച്ചൊക്കെ പഠിപ്പിക്കാൻ കഴിയും, എങ്കിലും ആ സ്കില്ലുള്ള ആൾക്കാർക്ക് ഈ മേഖലയിൽ ഒരുപാട് ശോഭിക്കാൻ കഴിയും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കണം. 2ാമത്തൊരു സ്കില്ലാണ് നല്ല സെയിൽസ് ക്ലോസിങ് സ്കിൽ. ചില ആൾക്കാരുണ്ട്, നമ്മൾ ഫോണൊക്കെ വിളിച്ച് അവിടെ എത്തി, അദ്ദേഹം കഥയും പറഞ്ഞൊക്കെ ഇരിക്കും, ഒരിക്കലും സെയിൽസ് ക്ലോസ് ചെയ്യാൻ അനുവദിക്കില്ല, ക്ലോസിങ്ങിലേക്ക് വരികയില്ല. അദ്ദേഹം അത് ശരി അങ്ങനെയാണോ, അതിന് പിന്നെ ഇതിൻ്റെ വേണ്ട, ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് കോള് ലെങ്തിയാക്കി കൊണ്ടുപോവുകയുള്ളൂ. അതിനെ സെയിൽസ് ക്ലോസ് ചെയ്യാൻ. അപ്പോൾ സാറിന് കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 5-ാം തീയതി ഇടുന്ന നെക്സ്റ്റ് വരുന്ന 5-ാം തീയതി ഞാനത് ക്ലോസ് ചെയ്യാം, അല്ലേ സാറേ, അത് നമുക്ക് അന്നത്തേക്ക് ചെയ്തുകൂടി. ആ രീതിയിൽ കസ്റ്റമറെ കൊണ്ട് ആ സെയിൽസ് ക്ലോസ് ചെയ്യിക്കാൻ ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ല് ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിനുണ്ടായിരിക്കണം. അതാണ് സെയിൽസ് ക്ലോസിംഗ് സ്കിൽ. ഇനി 3ാമത്തെ പോയിന്റ് സ്കില്ലിൻ്റെ, അതാണ് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സ്കിൽ. ചില ആൾക്കാരുണ്ട്, എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെയൊന്നും പറ്റത്തില്ല, അത്തരം ഒബ്ജക്ഷനുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ്. ഒബ്ജക്ഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ട്, അതുണ്ടാവണം. ഉദാഹരണത്തിന്, ഒരു കസ്റ്റമർ എന്തെങ്കിലും ഒബ്ജക്ഷൻ, അതായത് നേരത്തെയുള്ള മുൻ പർച്ചേസിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും ഈ സെയിൽസിനെ കുറിച്ചോ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞാൽ എപ്പോഴും നമ്മളും കൂടെ ഒബ്ജക്റ്റ് ചെയ്യരുത്. സാറ് പറഞ്ഞാൽ കറക്റ്റാണ്, സാറ് അതെ സാറേ സാറ് പറഞ്ഞതാണ് എൻ്റെ കറക്റ്റ്, സാറ് പറയുന്നത് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഒരു കാരണവശാലും കസ്റ്റമറോട് നമ്മളും കൂടി ഒബ്ജക്ഷൻ ചെയ്യരുത്. അത്തരം ഒബ്ജക്ഷനുകളെ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു സ്കില്ല് ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിനുള്ള. ഈ 3 സ്കില്ലുള്ളവർ ടെലിമാർക്കറ്റിംഗ് ഭയങ്കരമായി ശോഭിക്കും. ഇത് ടെലിമാർക്കറ്റിംഗ് സ്റ്റാഫിന് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സെയിൽസ് ക്ലോസിംഗ് സ്കിൽ, 3ാമത്തെ സ്കില്ലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ചെയ്യാനുള്ള സ്കിൽ. ഇനി നമ്മുടെ അവസാനത്തെ പോയിന്റാണ് ക്ലോസിംഗ്. ക്ലോസ് ചെയ്യുന്നതിന് കഴിവണം. ചില ആൾക്കാരുണ്ട്, വെറുതെ ഇങ്ങനെ വയസ്സായ ആളാണ്,
പ്രായമൊക്കെ കൊണ്ട് പെൻഷനൊക്കെ ആയി അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. മക്കളെയൊന്നും ശരിക്കും സംസാരിക്കാൻ പോലും കിട്ടത്തില്ല. മക്കളൊക്കെ രാവിലെ അവരെ ജോലിക്കൊക്കെ പോകും. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു കാള് കിട്ടുന്നത്, എന്നാ ഇന്ന് ഇത് തന്നെ. ആഹാ, അതെവിടെയാണ്? മോളെ സ്ഥലം എവിടെ, അല്ലെങ്കിൽ മോൻ്റെ സ്ഥലം എവിടെയാണ്? എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെയാണ്? വൈറ്റിൽ. ഞാൻ പണ്ട് വൈറ്റിലുണ്ടായിരുന്നു. വൈറ്റിൽ ഇങ്ങനെ കഥ വെച്ചുകൊണ്ടിരിക്കും. അവർക്കൊരിക്കലും സെയിൽസിലോട്ട് വരില്ല. കസ്റ്റമറെ സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിച്ച് പോകാൻ സമ്മതിക്കാതെ നമ്മുടെ കോൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ നമുക്ക് കഴിയണം. സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയണം. അല്ലാതെ കഥകൾ പറഞ്ഞ് ചില ആൾക്കാർക്ക് ഇന്ന് ആരെയും കിട്ടിയില്ല, ഇന്ന് ഇത് തന്നെയാണ് എര എന്ന നിലയിൽ നമ്മളെ ഉപയോഗിക്കപ്പെടാതെ നമുക്ക് ആ സെയിൽസിനെ ക്ലോസ് ചെയ്യിക്കാനുള്ള ഒരു കഴിവുണ്ടാവണം. ആ സെയിൽസ് ക്ലോസ് ചെയ്യുന്ന ടെക്നിക്കുകളെ കുറിച്ചാണ് 5 പോയിന്റുകളാണ് അതിനകത്ത് വരുന്നത്. 3 കണ്ടീഷനാണ് നടക്കുന്നത്. ഒന്ന് സെയിൽസ് കൺഫേം, അല്ലെങ്കിൽ റീഷെഡ്യൂൾ. വേറെ ദിവസത്തേക്ക് ചില ആൾക്കാരെ പറയും, അമ്മനെ എനിക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട്, പക്ഷേ മോനും കൂടെ വന്നിട്ട് മോനുമായിട്ട് കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ തീരുമാനിക്കാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡേറ്റ് കൺഫേം ആയിട്ട് എടുത്തിരിക്കണം. സാർ ഇന്ന് 20ആണ്, സാറിന് ഒരു 25-ാം തീയതി കൂടി ഞാൻ വീണ്ടും വിളിക്കട്ടെ. അതാണ് കഴിവ്. അതായത് നെക്സ്റ്റ് ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യണം. അടുത്ത ഇന്നത്തേക്ക് നമുക്ക് അയ്യോ മോൻ വന്നിട്ട് മോനെ ശനിയാഴ്ച അല്ലെങ്കിൽ ഞാൻ വീട്ടുകാരുമായിട്ട് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു കൺഫർമേഷൻ ഡേറ്റ് കൃത്യമായും എടുത്തിരിക്കണം. അല്ലെങ്കിൽ സെയിൽസ് ക്ലോസ് ചെയ്യാൻ കഴിയണം. അതായത് ഇത്രാം തീയതി അന്ന് വൈകിട്ട് അതിൻ്റെ എഗ്രിമെൻറ്റും കാര്യങ്ങളും ചെയ്യും. സാർ അന്ന് ക്യാഷ് ആയിരിക്കും സാർ തരുന്നത്, അതേ ബാങ്ക് ചെക്ക് ആയിരിക്കും എന്നൊക്കെ ചോദിച്ചാൽ കറക്റ്റ് കൺഫർമേഷൻ ചെയ്ത് സെയിൽസ് ക്ലോസ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ടെലി മാർക്കറ്റിങ്ങിലൂടെ സെയിൽ ചെയ്യുമ്പോൾ 2-3 കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണം. ഏതൊരു കൺവെർസേഷനിലും ഡേറ്റുകളോ എമൗണ്ട് ക്യാഷിൻ്റെ ഡീലോ ചെയ്യുമ്പോൾ അതൊന്നുകൂടെ റീകൺഫേം ചെയ്യണം രണ്ടുപേരും. അപ്പോൾ സാറെ പറഞ്ഞത് വരുന്ന 5-ാം തീയതി വൈകിട്ട് 5 മണിക്ക് ബുധനാഴ്ച അല്ലേ, അതൊന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ എമൗണ്ട് സാറേ അപ്പോൾ പറഞ്ഞത് 23 ലക്ഷം രൂപ, അല്ലെങ്കിൽ സാറേ പറഞ്ഞത് 15,240 രൂപ. അതായത് ബില്ലുൾപ്പെടെ റേറ്റ് പറയുകയാണെങ്കിൽ ഈ എമൗണ്ടിൻ്റെ ഭാഗവും ഡേറ്റിൻ്റെ ഭാഗവും നിങ്ങൾ ഇന്ന് തന്നെ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ എവിടെയെല്ലാം ഫോണിൽ ഒരാളുമായി ഒരു ഡേറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടെ ഒന്ന് റീകൺഫർമേഷൻ ചെയ്യണം. ഈ എമൗണ്ടിൻ്റെ കാര്യം പറയുമ്പോഴും അല്ലല്ല അന്ന് നമ്മൾ അത്ര അല്ലല്ലോ പറഞ്ഞത്, 15,000 എന്നല്ലേ പറഞ്ഞത് എന്ന് ആൾക്കാർ മാറിപ്പോകാതിരിക്കണമെങ്കിൽ ഡേറ്റ് പറയുമ്പോഴും അന്ന് 15-ാം തീയതി എന്നല്ലല്ലോ പറഞ്ഞത്, 10-ാം തീയതി എന്നല്ലേ പറഞ്ഞത്, ആ രീതിയിൽ ആൾക്കാർ മാറിപ്പോ. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആഡ് ചെയ്തോളൂ. എവിടെയെല്ലാമാണോ നമ്മളൊരു ഡേറ്റ് വേറൊരാൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡേറ്റ് റീകൺഫേം ചെയ്യണം. എമൗണ്ട് കൺഫേം ചെയ്യുമ്പോൾ ആ എമൗണ്ട് റീകൺഫേം ചെയ്യണം. അല്ലെങ്കിൽ പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ അതൊരു സാധ്യതയുണ്ടാകും. ഇതൊരു സ്കില്ലായിട്ട് കൂട്ടിക്കോളും. അപ്പോൾ ഒരു കോള് ഇനി എങ്ങനെയാണ് ഒരു കോൾ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ആക്ഷൻ. ശരി, സാറിന് നമ്മുടെ സോളാറൊക്കെ വെച്ച് അടിപൊളിയായി പിന്നെ കറണ്ട് ബില്ലൊന്നും ഇല്ലാതെ ജീവിക്കാനാവട്ടെ. അതുപോലെ തന്നെ സാറിനോട് ഇത്രയും നേരം സംസാരിച്ചതിനും സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ നമ്മൾ തമ്മിൽ സംസാരിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞൊരു ഹാപ്പി മൂഡായിട്ട് ആ എന്നെ ക്ലോസ് ചെയ്യണം. ഇത്രയും ഉള്ളൂ ഒരു ടെലി മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ. ഇതിൽ കൂടുതലായി മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയകളുണ്ട് എങ്കിൽ എൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ കൃത്യമായി നിങ്ങളുടെ കമൻറ്റായി വന്ന് സാർ ഈ പോയിന്റ് കൂടി ആഡ് ചെയ്താൽ ഇത് വളരെ ഗംഭീരമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാമായിരുന്നല്ലോ, ഇങ്ങനെ സംസാരിക്കാമായിരുന്നല്ലോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ കൃത്യമായി കമൻറ്റിലൂടെ അറിയിക്കണം. അങ്ങനെയുള്ള കമൻറ്റുകൾ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജികൾ തരുന്നതാണ്. ഇനി 1-2 കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഒന്ന്, സംസാരത്തിൻ്റെ ഇടയിൽ ഒരിക്കലും ചെയ്തുകൂടാത്ത 2-3 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ചില ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, മനസ്സിലാവുന്നുണ്ടോ, ഞാൻ പറഞ്ഞ് മനസ്സിലായോ, ആർ യു അണ്ടർസ്റ്റാൻഡ്? ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഒരിക്കലും ഒരു ടെലി മാർക്കറ്റിങ്ങിൽ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. സാറിന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന രീതിയിൽ ഒരിക്കലും കസ്റ്റമറോട് ചോദിക്കാൻ പാടില്ല. രണ്ടാമത്, ടെലി മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉപയോഗിച്ചുകൂടാത്തൊരു വാക്കാണ് സാർ ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഇനി എന്ത് എമർജൻസി ഉണ്ടെങ്കിലും കസ്റ്റമറെ ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പറയാൻ പാടില്ല, എസ്പെഷ്യലി ടെലി മാർക്കറ്റിംഗ് സ്റ്റാഫ്. മൂന്നാമതൊരു കാര്യം ഉണ്ട്, സാറേ ഞാനതൊന്ന് ചോദിച്ചിട്ട് സാറിനെ പിന്നെ വിളിച്ച് പറയാം. നോ, നീ ആദ്യം പഠിച്ചിട്ട് വേണമായിരുന്നു എന്നെ വിളിക്കാൻ, അല്ലാതെ നീ ഇനി പോയി ചോദിച്ച് കൺഫേം ചെയ്ത് വിളിക്കാനുള്ള ആളല്ല ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രോഡക്റ്റ് നോളജിനെ കുറിച്ചും സ്കീമിനെ കുറിച്ചും നല്ല നോളജുള്ള ഒരാൾ ഒരിക്കലും പറയില്ല സാറേ ആ കാര്യം ഞാൻ ചോദിച്ചിട്ട് പറയാം എന്ന്. അങ്ങനെ ഒരിക്കലും പറയരുത്. ഇത്തരം കാര്യങ്ങൾ ടെലി മാർക്കറ്റിങ്ങിൽ എസ്പെഷ്യലി ഒഴിവാക്കേണ്ടതാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പേഴ്സണലായി ട്രെയിനിങ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെയും ടെലി മാർക്കറ്റിംഗ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമാക്കിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ നല്ലൊരു ടെലി മാർക്കറ്റിംഗ് ടീം
നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാഗമാക്കൂ. ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്കാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.